ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് കമ്പൈലറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതാണ് നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം ഏത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3142. ആറ്റിങ്ങൽ കലാപം, കുളച്ചിൽ യുദ്ധം, ശ്രീരംഗപട്ടണ ഉടമ്പടി, കുണ്ടറ വിളംബരം. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവം, വോൾട്ടെയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, സൈമൺ ബൊളിവർ. റഷ്യൻ വിപ്ലവം, ട്രോട്സ്കി. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ഓപ്ഷൻ സി ആണ് ആൻസർ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങൾ ശരിയായവ തിരഞ്ഞെടുക്കുക. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. താഴെ പറയുന്നവരിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന, അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശരിയല്ലാത്തതാണ്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ്. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ താപീയ മധ്യരേഖ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ് ചുരം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം സോർസൻ. താഴെ തന്നിരിക്കുന്നവയിൽ നെബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത്? എല്ലാം ശരിയാണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966-69. ഓപ്ഷൻ ബി. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത്. 1ഉം 3ഉം മാത്രമാണ് അല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS. ഇന്ത്യൻ പാർലമെന്റ് ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം 2ാം വായന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? 2ഉം 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലികളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. ഓപ്ഷൻ ബി. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ഇവയൊന്നുമല്ലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചത്? അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? പ്രാഥമിക ഉപഭോക്താക്കൾ. ഒരു ഗ്രേഡിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? പ്രാഥമിക ഉപഭോക്താക്കൾ.
ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. ജീവിബന്ധങ്ങൾ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷവും ഇല്ലാത്ത ബന്ധമാണ് കമൻസലിസം. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ജീൻ ബാങ്കുകൾ. ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്ത്? ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമാൻ നാരായണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, അഡീഷൻ ബലം. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം 11.2 km/s. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചവട. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമാണ് സിങ്ക് ഓക്സൈഡ്, ZnO. കപട സംക്രമണ മൂലത്തിന് ഉദാഹരണം Hg, മെർക്കുറി. 36. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ബോയിൽ നിയമം. ഓപ്ഷൻ എ. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം നിയോഡിമിയം. അയ്യൻകാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. അതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത PT ഉഷ. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി സുഹ്റ എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? മൈക്കലാഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ P. ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ P. ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? വിൻഡോസ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരി, 1, 2 ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. ഓപ്ഷൻ ബി. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ഓപ്ഷൻ സി. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? വിവരാവകാശം. ഓപ്ഷൻ ബി. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നതിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന താഴെ പറഞ്ഞ വ്യക്തികൾ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഓപ്ഷനായിട്ട് വരുന്നത്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 13/125 ദശാംശ രൂപം എന്ത്? 0.104. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? 11,025 രൂപ. ഓപ്ഷൻ സി. 11,025 രൂപ. ഏത് സംഖ്യയുടെ 75% 15, 20? 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി? 30 ഡിഗ്രി. ഓപ്ഷൻ എ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ 6. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് വികരണത്തിന്റെ ഗുണഫലത്തിന്റെ പകുതി. ഓപ്ഷൻ ബി. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം an+b. ഓപ്ഷൻ ഡി. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് 105. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുമ്പ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? 800. ഓപ്ഷൻ എ. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂർ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ള അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ഓപ്ഷൻ ബി 24. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ് ഈസ്. ഷീ അക്യൂസ്ഡ് മീ ഓഫ് ടോക്കിംഗ് loudly. Option A. We have been living here for 5 years. Option C. Sina will come tomorrow to attend the wedding. Option D. It was a unanimous decision. Option A. One who treats skin diseases is known as dermatologist. Do you mind dash the answers? Writing. What is the meaning of the word dormant? Inactive. Option D. The evening was hotter than the morning. Nothing will happen, will it? Option A. ശരിയായ പദം ഓപ്ഷൻ എ ആണ്, അഗാധത. ലേൺ ബൈ ഹാർട്ട്, ഹൃദിസ്ഥമാക്കുക. ഓപ്ഷൻ ഡി. ജന്മം മുതൽ എന്ന ഇതിൻ്റെ ഒറ്റപ്പദം ആജന്മം. മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദം ഹരിണം. ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ശിഷ്ടൻ.
വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത്? പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീ പ്ലസ് കനൽ. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം വാണി. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിൽ ഉദാഹരണമല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഡി അധ്യാപകന്മാർ. ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കൊടുത്തിരിക്കുന്നു. 33, 28, 30, 29, 36, 35, 29, 36, 34, 31. ഈ കുട്ടികളുടെ മധ്യമ ഭാരം ഓപ്ഷൻ സി 32. ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിൻ്റെ വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ മാസത്തിൽ കർഷകന് ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി? 9.6. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഒരു ക്ലബിലെ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന വൃത്ത ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 25%. ഒരു ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെയുള്ളത്. ഈ ക്ലാസ്സിലെ മധ്യ സ്കോർ എത്രയായിരിക്കും? ഓപ്ഷൻ എ 22. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മധ്യമ പ്രായം 40 ആണ് എങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ലാതെ ഒരാളെ എടുത്താൽ അയാളുടെ പ്രായം 40-ൽ കൂടുതലാകാനുള്ള സാധ്യത 1/2. ഓപ്ഷൻ എ. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ ചുവടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ 7ൻ്റെ ആവൃത്തി എത്ര? 11. ഓപ്ഷൻ സി. ഒരു തൊഴിൽ ശാലയിലെ ജോലിക്കാരെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാണ് പട്ടികയിൽ ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ തൊഴിൽ ശാലയിലെ മധ്യമ ദിവസക്കൂലി എത്ര? 590. ഓപ്ഷൻ ബി. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം 3. ഓപ്ഷൻ ബി. x+3, x+5, x+7, x+9, x+11 എന്നിവയുടെ മാധ്യം 14 ആണ്. എക്സിൻ്റെ വില ഓപ്ഷൻ ഡി 7. 30 സംഖ്യകളുടെ മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക 360. 26, 25, 40, 36, 50, 45 എന്നിവയുടെ മാധ്യം ഓപ്ഷൻ ബി 37. 40 സംഖ്യകളുടെ മാധ്യം 160 ആണ്. അതിൽ 165 എന്ന ശരിയായ സംഖ്യയ്ക്ക് പകരം തെറ്റായി 125 എന്ന് രേഖപ്പെടുത്തിയെങ്കിൽ ശരിയായ മാധ്യം ഓപ്ഷൻ ബി 161. 15, 12, 10, 9, 8, 13, 17 എന്നിവയുടെ മധ്യമം എത്ര? ഓപ്ഷൻ ഡി 12. 3, 5, 9, 10, 11, 4, 5, 18 എന്നിവയുടെ മധ്യമം ഓപ്ഷൻ ബി 7. ഒരു പെട്ടിയിൽ 5 ചുവപ്പ് പന്തുകളും 7 നീലപ്പന്തുകളും 3 വെള്ളപ്പന്തുകളുമുണ്ട്. പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടിയിട്ടാൽ അതിൽ നിന്നും ഒരു വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത 1/4 ആകും? ഓപ്ഷൻ എ 1. 3 നാണയങ്ങൾ ഒരേ സമയം എറിയുന്നത് സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏവ? പരമാവധി 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത 3/4. ടെയിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യത 1/8. ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ശരിയാണ്. 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ ഉള്ള 2 പകിടുകൾ ഒന്നിച്ചുരുട്ടുന്നു. പകിടുകളിൽ നിന്ന് കിട്ടാവുന്ന സംഖ്യകളുടെ തുക 4ൻ്റെ ഗുണിതമാകാനുള്ള സാധ്യത ഓപ്ഷൻ ഡി 1/4. അതിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 5 ശനിയാഴ്ചകൾ വരുവാനുള്ള സാധ്യത 1/7. ഓപ്ഷൻ ബി. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ XYZ എന്നീ 3 സ്ഥാനാർത്ഥികളുണ്ട്. എക്സിന് 45% വിജയസാധ്യതയുണ്ടെന്നും വൈക്ക് 30% സാധ്യതയുണ്ടെന്നും ഇസഡിന് 25% സാധ്യതയുണ്ടെന്നും ചരിത്രപരമായ ഡാറ്റ സൂചിപ്പിക്കുന്നുവെങ്കിൽ എക്സിനോ വൈക്കോ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത ഓപ്ഷൻ ബി 75%. 52 കാർഡുകളുള്ള ഒരു പാക്കിൽ നിന്നും എല്ലാ ജാക്ക്, ക്വീൻ, കിങ് എന്നിവ നീക്കം ചെയ്യുന്നു. ബാക്കിയുള്ള കാർഡുകൾ ബാക്കിയുള്ള കാർഡുകളിൽ നിന്നായി ഇടകലർത്തിയ ശേഷം ഒരു കാർഡ് ക്രമരഹിതമായി അതിൽ നിന്ന് എടുക്കുന്നു. ഈ കാർഡ് ചുവന്ന കാർഡാകാനുള്ള സാധ്യത ഓപ്ഷൻ എ 0. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.